ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ഏത് വണ്ടിയുടെ കോക്പിറ്റിലാണെന്ന് മനസ്സിലായോ? ഓഫ് കോഴ്സ് ഡൊമിനോർ 400ൻ്റെ കോക്പിറ്റിലാണ്. തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഡൊമിനോർ 400ൻ്റെ ഒരു ചെറിയ വീഡിയോ എടുക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു റിവ്യൂ എന്ന് പറയണ്ട, പക്ഷേ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാനാണ് വന്നിട്ടുള്ളത്. ഡൊമിനോർ 400 വണ്ടി ഇപ്പോഴും അവൈലബിൾ ആണോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ ആദ്യം പറയാം. ഡൊമിനോർ 400 വണ്ടി ഇപ്പോൾ അവൈലബിൾ ആണ്. സോ അതിൻ്റെയൊക്കെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് കേട്ടോ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങളെല്ലാം കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി, ഫേസ്ബുക്ക് പേജ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി പവർ ആക്കട്ടാം. പിന്നെ വണ്ടി ഇഷ്ടപ്പെടുന്ന കാറായാലും ബൈക്കായാലും അത് ഇഷ്ടപ്പെടുന്നവരെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കയറിയ അവിടെ വണ്ടിക്കാരി മാത്രം. സോ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, നമുക്ക് എന്തായാലും മറ്റു കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഗൈസ്, ഡൊമിനോർ 400 എന്ന് പറയുന്ന ഈ ഒരു വണ്ടി, ഞാനിപ്പോൾ ഇരിക്കുന്ന അല്ലെങ്കിൽ ഞാനിപ്പോൾ ഓടിക്കുന്ന ഈ ഒരു വണ്ടി ഇപ്പോഴും അവൈലബിൾ ആണോ എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറയാം. ഒഫീഷ്യലി ഈ ഒരു വണ്ടി ഇപ്പോഴും അവൈലബിൾ ആണ്. അതായത് വണ്ടി ഇപ്പോഴും മാനുഫാക്ചറിങ് ഉണ്ട്, വണ്ടി ഇപ്പോഴും ഷോറൂമുകളിലോട്ട് വണ്ടി വരുന്നുണ്ട്. പക്ഷേ എല്ലാ ഷോറൂമുകളിലും വണ്ടി അവൈലബിൾ അല്ലേ. മെയിൻ ഷോറൂമുകളുണ്ടല്ലോ, അതായത് മെയിൻ ഓതേഴ്സ് ഡീലേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് മാത്രമേ വണ്ടികൾ ഇപ്പോൾ ചെല്ലുന്നുള്ളൂ. കാരണം വണ്ടികളിപ്പോൾ സ്റ്റോക്ക് കുറവാണ്. അപ്പം മെയിൻ ഡീലേഴ്സിനാണ് ഇപ്പോൾ വണ്ടികൾ മെയിനായിട്ട് ചെല്ലുന്നത്. അവരുടെ സബ് ഡീലേഴ്സിന് ബുക്കിംഗ് ഉള്ളവർക്ക് മാത്രമാണ് വണ്ടി പോകുന്നത്. അല്ലാതെ ഡിസ്പ്ലേക്കൊന്നും വണ്ടികളിപ്പോൾ ഇല്ല കേട്ടോ. മുന്നത്തെ പോലെ ഡിസ്പ്ലേക്കൊന്നും വണ്ടികളിപ്പോൾ ഇല്ല. പക്ഷേ അല്ലാതെ വണ്ടി സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തന്ന കാര്യം, ഡൊമിനോർ 400 ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 400cc സെഗ്മെൻറ്റിൽ വളരെ പ്രൈസ് കുറച്ച് മോസ്റ്റ് പവർ തന്നുകൊണ്ട്, മോസ്റ്റ് റോഡ് അപ്പിയറൻസ് തന്നുകൊണ്ട് ബജാജ് പുറത്ത് വിട്ട ഒരു സാധനമാണ് ഡൊമിനോർ 400. ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരിതല്ലേ. കാരണം വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ ഒരുപാട് മാർക്കറ്റ് എടുത്ത വണ്ടിയാണ് ഡൊമിനോർ. കാരണം 2018 ഇറങ്ങിയ ഡൊമിനോറാണ് UG അപ്ഡേഷന് ശേഷം ഇറങ്ങി. അതായത് ഒരു UG അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ ഡബിൾ ബാരൽ എക്സോസ്റ്റ്, USD ഫോർക്ക്, അതൊക്കെ വെച്ചിട്ടാണ് 2018 ശേഷം വണ്ടികൾ ഇറങ്ങി തുടങ്ങിയത്. അതിന് മുന്നേ ഇറങ്ങിയ വണ്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ എക്സോസ്റ്റാണ്. അതായത് ഒരു പൈപ്പ് മാത്രം പറഞ്ഞ എക്സോസ്റ്റാണ്. നോർമൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. അതായത് ഒരു നോർമൽ 400cc ബൈക്ക് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. പക്ഷേ ഈ ഒരു ബൈക്ക്, അതായത് 2018 ശേഷം ഇറങ്ങി ഈ ഒരു UG സെഗ്മെൻറ്റ് ബൈക്കിൽ ഒരുപാട് മാറ്റങ്ങളോട് കൂടിയിട്ടാണ് അവർ തന്നത്. ആ ഒരു മാറ്റത്തോടു കൂടിയാണ് ആക്ച്വലി ഈ ഒരു ഡൊമിനോർ 400 എല്ലാവരും അറിഞ്ഞു തുടങ്ങിയതും. ഡൊമിനോർ 400 ഒരു സ്പോർട്സ് ടൂറർ ആണെന്നുള്ള കാര്യം എല്ലാവരും അനൗൺസ് ചെയ്ത് തുടങ്ങിയതും. കാരണം എനിക്കും അതേ പറയാനുള്ളൂ. ഡൊമിനോർ 400 ഒരു സ്പോർട്സ് ടൂറാണ്, ഒരു സിറ്റി റൈഡിന് പറ്റിയ വണ്ടിയാണ്, ഒരു ഡെയിലി കമ്മ്യൂണിറ്റിക്ക് പറ്റിയ വണ്ടിയാണ്. നമുക്ക് സ്പോർട്സ് സെഗ്മെൻറ്റിന് എടുക്കാം, ടൂറിങ് പർപ്പസിന് എടുക്കാം, എന്തിനായാലും ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ ഡൊമിനോർ കേട്ടോ. ഞാൻ ഒരു ഡൊമിനോർ 250 ഓണറാണ്. അപ്പം 250ൽ നിന്ന് 400ലോട്ട് വരുമ്പം ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. BHPയിലായാലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അതായത് കൈ കൊടുക്കുമ്പോൾ തന്നെ കയറുന്ന വണ്ടിയാണ്. 250 എന്ന് വെച്ചാൽ ഒരു ലാഗ് ഉണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ 250ക്ക് അതില്ല. ആ ഒരു ലാഗൊന്നും ഇപ്പോൾ ഇല്ല. പക്ഷേ ലാഗ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു ഡൊമിനോർ 400ന് ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു മാർക്കറ്റുള്ള വണ്ടിയാണ് ഡൊമിനോർ 400. ആ ഒരു വണ്ടിയാണ് ഈ ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്കും ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകണം കേട്ടോ. ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിന് ഒരുപാട് കാരണങ്ങൾ ബജാജ് പറയണുണ്ട്. അതിലൊരു മെയിൻ കാര്യമാണ് NS 400. അവരിപ്പോൾ ഇറക്കിയ NS 400 സെയിൽ കിട്ടണം. ആ ഒരു സെയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഡൊമിനോർ 400 നിർത്താനായിട്ട് പോകണം കേട്ടോ. ഈ ഒരു 2022 അവർ ഈ ഒരു ടൂറിങ് ഡൊമിനോർ 400 ഇറക്കിയത് പോലും. അതായത് ഹാൻഡ് ഗാർഡ്, വലിയ വൈസർ, നമ്മുടെ ബാക്കിലത്തെ ടൂറിങ് കാരിയർ, അതൊക്കെ വെച്ചിട്ട് ഈ ഒരു വണ്ടി ഇറക്കിയത് പോലും. അതിനുശേഷം ഈ ഒരു വണ്ടി എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മാർക്കറ്റ് എടുത്തൊരു സാധനമാണ് നമ്മുടെ ഡൊമിനോർ എന്ന് പറയുന്ന വണ്ടി. അപ്പം ആ ഒരു വണ്ടി ഇത്ര പെട്ടെന്ന് അവർ നിർത്തുന്നു എന്ന് പറയുമ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അത്ര നല്ല കാര്യം എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാര്യം ഒരു ഫാൻ ബോയ് ആണ്. മാത്രമല്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു വണ്ടി കൂടെയാണ് ഡൊമിനോർ കേട്ടോ. ഡൊമിനോർ എന്ന് പറയുമ്പോൾ ഡൊമിനോർ 250 ആയാലും 400 ആയാലും ഇതിൽ ഏറ്റവും എന്നെ നിരാശപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡൊമിനോർ 250 അത് ഒഫീഷ്യലി വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ നിരാശപ്പെടുത്തുന്ന കാര്യം.
വണ്ടി ഒഫീഷ്യലി ബജാജ് തന്നെ വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതും ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള കാര്യം നമ്മുടെ N250 എന്ന് പറയുന്ന വണ്ടി സെയിൽ കയറുന്നതിന് വേണ്ടിയിട്ടാണ് ഡൊമിനോർ 250 അവർ നിർത്തലാക്കിയത്. അത് അവരുടെ കാര്യം, അവരല്ലേ മാനുഫാക്ചേഴ്സ്, അപ്പോൾ അവർക്ക് തീരുമാനിക്കാം കാര്യം എന്താണ് എങ്ങനെ വേണമെന്നൊക്കെ അവർക്ക് തീരുമാനിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് അത്ര നല്ല കാര്യമായിട്ട് തോന്നിയില്ല. കാര്യം ഒരുപാട് പേര് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വണ്ടിയാണ്, പുതിയ വണ്ടി എടുക്കണമെന്ന്. അപ്പോൾ പൈസ ഒരു കഷ്ടപ്പെട്ട് സേവിങ്സ് ഒക്കെ ചെയ്ത് വയ്ക്കുന്നവർക്ക് പൈസ ആയതിനു ശേഷം അവർ പറയാണ് വണ്ടി ഇല്ല എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഭയങ്കരമായിട്ട് മോശമായൊരു കാര്യമാണ് കേട്ടോ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. വണ്ടി അത്രയും നല്ലൊരു വണ്ടീനെ അവർ എല്ലാവരും കൂടി ചേർന്ന് നശിപ്പിച്ച് കളഞ്ഞു. അപ്പം ഡൊമിനോർ 400ഉം അതുപോലെ തന്നെയാണ്. വണ്ടി ബജാജ് ഒഫീഷ്യലി വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പോകണു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അറിഞ്ഞ കാര്യമാണ് ഡൊമിനോർ 400 ഒഫീഷ്യലി വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പോകണമെന്ന്. ഈ ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്കും വണ്ടികൾ കംപ്ലീറ്റ്ലി അവർ സ്റ്റോപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് NS 400 കുറച്ചുകൂടി മാനുഫാക്ചറിങ് ചെയ്ത് NS 400 ഇറക്കും. NS 400 സെയിൽ, അതായത് സെയിൽ പിടിക്കണം എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അവർ ഡൊമിനോർ 400 നിർത്തലാക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. ഇനി ഇതിൽ എന്തുമാത്രം സത്യമുണ്ട്, എത്രമാത്രം സത്യമുണ്ട് എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. പക്ഷേ ഈ ഒരു വണ്ടി ഡിസ്കണ്ടിന്യൂ ആയാൽ ഉറപ്പായിട്ടും ബജാജിൻ്റെ NS 400 ആരും വാങ്ങും എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഡൊമിനോർ 400 എടുക്കാനിരിക്കുന്ന ഒരാൾ ഇത് ഡിസ്കണ്ടിന്യൂ ആയതിനു ശേഷം NS 400 പോകും എന്നെനിക്ക് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഒരു വേറെ ലെവലാണ്, അതൊരു വേറെ ലെവലാണ് കേട്ടോ. അതൊരു സ്പോർട്സ് ബൈക്കാണ്. NS എന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു സ്പോർട്സ് സെഗ്മെൻറ്റ് ബൈക്കാണ്. പക്ഷേ ഡൊമിനോർ എന്ന് വെച്ചാൽ ഒരു സ്പോർട്സ് സെഗ്മെൻറ്റ് ബൈക്ക് അല്ല. സ്പോർട്സ് സെഗ്മെൻറ്റ് എന്നതിലുപരി ഡൊമിനോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൂറിംഗ് ബൈക്ക്, ടൂറിംഗ് സ്പോർട്സ് ബൈക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റിയ വണ്ടിയാണ് ഡൊമിനോർ എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ ഡൊമിനോർ ഒരിക്കലും ഒരു സ്പോർട്സ് സെഗ്മെൻറ്റ് വണ്ടിയാണ് അല്ലെങ്കിൽ സ്പോർട്സ് സെഗ്മെൻറ്റിന് മാത്രമുള്ള വണ്ടിയാണ് എന്നൊന്നുമല്ല. ഡൊമിനോർ ഒരു ടൂറിംഗ് സ്പോട്ടാണ്. കാരണം ടൂറിംഗ് സ്പോട്ടിന് പറ്റിയ വണ്ടിയാണ് നമ്മുടെ ഡൊമിനോർ. അല്ലാണ്ട് ഒരു സ്പോർട്സ് സെഗ്മെൻറ്റിന് മാത്രമുള്ള വണ്ടിയൊന്നും അല്ല കേട്ടോ നമ്മുടെ ഡൊമിനോർ. കാരണം ഇത്രയും കാലമായിട്ട് ഈ ഒരു മാർക്കറ്റിൽ ഇപ്പം പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാരണമൊന്നുമില്ല. ഒരേ ഒരു കാരണമുള്ളൂ, ആസ് എ ഡൊമിനോർ ഇറ്റ്സ് എ 400cc, അത്രേ ഉള്ളൂ കേട്ടോ. ടൂറിങ്ങിനും സ്പോർട്സിനും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് ഈ ഒരു ഡൊമിനോർ ഇപ്പോഴും മാർക്കറ്റിൽ പിടിച്ച് നിൽക്കുന്നതിന് ഒരേ ഒരു കാര്യം, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പം എന്നെപ്പോലെ തന്നെ ഒരുപാട് പേർക്ക് നിരുത്സാഹപ്പെടുത്താം, ഹെയ്റ്റേഴ്സിനൊക്കെ ഒരുപാട് സന്തോഷിക്കാം. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ബജാജ് പൾസർ 220 നിർത്തിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന പോലെ ഡൊമിനോർ 400 250 തിരിച്ച് കൊണ്ടുവരും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. കാര്യം അത്രയ്ക്ക് ഫാൻ ബേസ് ആണ് കേട്ടോ ഈ ഒരു വണ്ടിക്ക്, അത്രയ്ക്ക് ഫാൻ ബേസ് ആണ്. ഇപ്പം ഒരു അത്രയ്ക്ക് CC കൂടിയ ബൈക്ക് എനിക്ക് വേണമെന്നുള്ള ഒരു ഉറപ്പായിട്ടും ഡൊമിനോർ എടുക്കും. കാരണം 390 എന്നൊക്കെ പറയുന്ന ഒരു സ്പോർട്സ് സെഗ്മെന്റ്, പക്ക സ്പോർട്സ് ബൈക്കാണ്. പക്ഷേ ഡൊമിനോർ ഒരിക്കലും ഒരു സ്പോർട്സ് ബൈക്ക് അല്ല, ഞാൻ പറഞ്ഞ സ്പോർട്സ് ടൂറാണ്. അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. ഡെയിലി കമ്മ്യൂണിറ്റിക്കായാലും അത്യാവശ്യം പക്ക വണ്ടിയാണ്. അതുപോലെ ഇപ്പോൾ വന്ന മാറ്റങ്ങൾ അത് ഒരുപാട് പേര് കുറച്ചുകൂടി ടൂറിങ്ങിലോട്ട് കൊണ്ടുവരാൻ പറ്റിയ മാറ്റമാണ് നമ്മുടെ ടൂറിംഗ് കാരിയർ. ഈ ഒരു കാരിയറൊക്കെ എൻ്റെ വണ്ടിക്ക് എത്തണമെന്ന് ഞാൻ കുറേ കാലം കൊണ്ട് വിചാരിക്കുന്നത് നടക്കണില്ല. അപ്പം ഈ ഒരു ടൂറിംഗ് കാരിയർ ഇപ്പം റീസെൻ്റ്ലി വണ്ടിയിൽ ചെയ്തതാണ്, അതായത് 2022 മോഡലോട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ഗാർഡ്, നമ്മുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വിൻ വൈസർ, അത്യാവശ്യം ഹൈറ്റിലുള്ള ഒരു വിൻ വൈസർ, പുതിയ മോഡൽ ക്രാഷ് ഗാർഡ്, അതായത് നമ്മുടെ റേഡിയേറ്റർ ഗാർഡ് ഉൾപ്പെടെ വരുന്ന ഒരു ക്രാഷ് ഗാർഡ് ഒക്കെ റീസെൻ്റ്ലി ബജാജ് തന്നതാണ്. പക്ഷേ അതൊക്കെ പെട്ടെന്ന് അവർ നിർത്താൻ പോകണു എന്നറിഞ്ഞപ്പം ഒരു സങ്കടം. പക്ഷേ നിർത്തൂല എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് അറിയാം, ഡിസംബർ കഴിയുമ്പോഴത്തേക്കും അറിയാം. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഗാർഡ്, എൻജിൻ പ്രൊട്ടക്ടർ എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം ഇത് റീസെൻ്റ്ലി വണ്ടി തന്നതാണ്. അത്യാവശ്യം നല്ല സെയിൽ കിട്ടുന്നൊരു വണ്ടി, എന്തുകൊണ്ടാണ് അവർ നിർത്തുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സോ എനിവേ നമുക്ക് വണ്ടി റിവ്യൂലോട്ട് വരാം. റിവ്യൂവിൽ പറയുമ്പം എനിക്ക് മോസ്റ്റ് എടുത്ത് പറയാനുള്ള കാര്യം ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെ പുതിയ ടൂറിംഗ് കിറ്റാണ് കേട്ടോ. ഇത് ടൂറിംഗ് കിറ്റാണ്, ഫുൾ ഒരു നട്ടിലും ബോൾട്ടിലും ഒറ്റ സെറ്റായിട്ട് പറഞ്ഞ ടൂറിംഗ് കിറ്റാണ്. ഇത് നമുക്ക് സെപ്പറേറ്റ് ഊരിയെടുക്കാം, ഇത് സെപ്പറേറ്റ് ഊരിയെടുക്കാം. സെപ്പറേറ്റ് ഊരിയെടുക്കുമ്പം ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ കണ്ടോ, ഈ മൊബൈൽ ഹോൾഡർ, ഈ ഒരു ഹോൾഡർ ഉൾപ്പെടെ ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ 11 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സ്പോട്ട് തരണുണ്ട്. പിന്നെ ടൂറിംഗ് കാരിയർ നമുക്ക് അത്യാവശ്യം ബാഗും ബാഗേജും ഒക്കെ വെച്ചുകൊണ്ട് ടൂർ പോകാൻ പറ്റിയൊരു സെറ്റപ്പ് വരുന്നുണ്ട്. ബാക്കിൽ പില്ലിയൻ ചാരിയിരിക്കാനായിട്ട് സപ്പോർട്ട് പോലെ നമ്മുടെ ഒരു നടുവിനൊക്കെ സപ്പോർട്ട് തരുന്ന സാധനം തരുന്നുണ്ട്. എന്തുകൊണ്ട് ബെറ്റർ സാധനമാണ്. പിന്നെ ഡബിൾ ബാരൽ എക്സോസ്റ്റ് തരുന്നുണ്ട്, അതാണ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടോ, അതാണ് ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള കാര്യം. എക്സോസ്റ്റ് എന്ന് പറയുമ്പം ഡൊമിനോറിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് തന്നെ ഡൊമിനോറിൻ്റെ എക്സോസ്റ്റ് ആണ് കേട്ടോ. പിന്നെ 250 പോലെയല്ല, ബാക്ക് ടയർ എന്ന് വെച്ചിട്ടുള്ള അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു ടയർ തന്നെയാണ് ബാക്കിൽ കൊടുക്കുന്നത്. MRFിൻ്റെ 150/60 റേഡിയൽ ടയറാണ്. 150/60 റേഷ്യോയിൽ പറഞ്ഞ ഒരു റേഡിയൽ ടയറാണ് ബാക്കിൽ തരുന്നത്. MRFിൻ്റെ തന്നെയാണ് സ്റ്റോക്ക് ടയർ. ഫ്രണ്ട് ടയറും അതുപോലെ തന്നെ MRFിൻ്റെ ടയർ തന്നെയാണ്. 110/70 ആണ് ഫ്രണ്ടിലെ ടയർ സൈസ്. MRFിൻ്റെ ടയർ തന്നെയാണ്, ഫ്രണ്ടും ബാക്കും MRFിൻ്റെ ടയർ തന്നെയാണ്. ബാക്കിൽ 160, ഫ്രണ്ടിൽ 110 ആണ്. 110 ആണ് ഫ്രണ്ടിൽ പറഞ്ഞ കേട്ടോ. അതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി
കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 13 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് വണ്ടിയിൽ പറഞ്ഞാൽ. പില്ലിയൻ റൈഡറിനും അത്യാവശ്യം ഒരുപാട് കംഫർട്ട് വരുന്ന വണ്ടിയാണ് കേട്ടോ. പക്ഷേ പില്ലിയന് ഞാൻ ഓവർ കംഫർട്ട് എന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഒരു സപ്പോർട്ട് പറഞ്ഞ സമയത്ത് എന്തായാലും ഒരു പില്ലിയൻ കംഫർട്ട് കുറച്ച് കൂടുതൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ റൈഡർക്ക് അത്യാവശ്യം നല്ല കംഫർട്ടാണ്. പക്ഷേ സീറ്റിങ്ങിലോട്ട് വരുമ്പം എനിക്ക് പോരായ്മയായിട്ട് പറയാനുള്ള സീറ്റിംഗ് ആണ് കേട്ടോ. കാര്യം സീറ്റിങ്ങിലോട്ട് വരുമ്പം മോസ്റ്റ് പോരായ്മയാണ് സീറ്റ് ഭയങ്കര ഹാർഡാണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോൾ അത് കുറച്ചുകൂടി ഹാർഡാവും, ഒരിക്കലും സോഫ്റ്റ് ആവത്തില്ല. ആസ് എ ഡൊമിനർ ഓണർ അതുകൊണ്ട് ഞാൻ പറയണതാണ്, സീറ്റ് ഭയങ്കര ഹാർഡാണ്. ബാക്ക് സീറ്റും അതുപോലെ തന്നെ ഹാർഡാണ്. പക്ഷേ സീറ്റ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അത് കുറച്ചൊരു സോഫ്റ്റ് കുഷനും അല്ലെങ്കിൽ ഒരു ജെൽ സീറ്റൊക്കെ വെച്ച് നമുക്ക് സീറ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതെന്തായാലും ഒരു ഭയങ്കര പോരായ്മയായിട്ടൊന്നും ഞാൻ പറയില്ല. പക്ഷേ 400 പോരായ്മയായിട്ട് എനിക്ക് വലുതായിട്ടൊന്നും പറയാനിട്ടില്ല കേട്ടോ. അപ്പോൾ 400 പോരായ്മ ഇല്ല എന്നല്ല, പക്ഷേ പോരായ്മയായിട്ട് എനിക്ക് വലുതായിട്ടൊന്നും എടുത്ത് പറയാനിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ലെജൻഡറി വണ്ടിയാണ്. എനിക്കിനി അങ്ങനെ പറയണം, കാരണം ലെജൻഡറി വണ്ടിയാണ്. ഈ ഒരു വണ്ടി ഇനി നിർത്തലാക്കിയെന്ന് വെച്ചോ, ഇനി കുറച്ചുകൂടി കാലം കഴിഞ്ഞിട്ട് നമ്മുടെ CBR 250 ഒക്കെ ഇപ്പോൾ ഉള്ള പോലെ തന്നെ CBR 250യുടെ ആ ഒരു വാല്യൂ ഇൻക്രീസ് ആവുന്ന ടൈം ഉണ്ടല്ലോ, അതുപോലെ നമ്മുടെ ഡൊമിനോർ 250യും ഡൊമിനോർ 400ൻ്റെ വാല്യൂ ഡബിൾ ഇരട്ടിയാവും. നമ്മുടെ മാർക്കറ്റിൽ ഈ വണ്ടികളുടെ വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടും. കാര്യം അത്രയ്ക്ക് ഫാൻ ബേസ് ഉള്ളൊരു വണ്ടിയാണ്. നല്ല വണ്ടികൾക്ക് എന്നും വില കൊടുക്കണം. അതുപോലെ നല്ല വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ മാർക്കറ്റ് വാല്യൂ എന്നും കൂടുതൽ തന്നെ ആയിരിക്കും കേട്ടോ. ഞാനിപ്പം റോഡിൽ നിന്നാണ് റിവ്യൂ എടുക്കണം. റിവ്യൂ എന്ന് പറയാനുള്ള, പക്ഷേ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യം, ഡൊമിനോറിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യം. ഞാൻ റിവ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡൊമിനോർ 400 റിവ്യൂ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് മുകളിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. ഞാൻ ഡൊമിനോർ 400ൻ്റെ റിവ്യൂ തന്നെ ഞാൻ ഷോറൂം റിവ്യൂ ചെയ്തിട്ടുണ്ട്, അതിലും ഞാൻ ടെസ്റ്റ് റൈഡ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഡൊമിനോർ 400 ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുമല്ലേ, അതുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്യാം എന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. എന്തായാലും ഡിസ്കണ്ടിന്യൂ ആവുന്നതിന് മുന്നേ ഇത് എനിക്കൊന്ന് റിവ്യൂ എടുക്കണം, എൻ്റെ കയ്യിൽ ഈ വണ്ടി കിട്ടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം എന്തായാലും നിറവേറി. എന്തായാലും ഈ വണ്ടി എടുക്കണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ എടുത്തു കേട്ടോ. കാര്യം ഡിസംബർ വരത്തേക്ക് ഈ വണ്ടി അവൈലബിൾ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ ചെയ്യണമെങ്കിൽ അടുത്ത ദിവസം തന്നെ ഞാൻ ഇടും. കാരണം എനിക്കൊരു ഇൻഫർമേഷൻ ഒത്തിരി പേരിലോട്ട് എത്തിക്കാനുണ്ട് കേട്ടോ. കാര്യം ഡൊമിനോർ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരിലോട്ട് എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനായിട്ടുണ്ട്. വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ എടുത്തോ. കാര്യം ഡിസംബർ വരത്തേക്ക് വണ്ടി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഷോറൂമിൽ ബുക്കിംഗ് ഇട്ടാൽ ഡിസംബറിനുള്ളിൽ വണ്ടി കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വണ്ടി കിട്ടും. എനിക്ക് തോന്നുന്നു ഡിസംബർ എന്ന് പറയുന്നത് എന്തായാലും ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ പോകുമായിരിക്കും കേട്ടോ. വണ്ടികളെല്ലാവരുടെ എത്തി ഒരു ഇതാവണ വരത്തേക്ക് വണ്ടി ഇറക്കുമായിരിക്കും. ആക്ച്വലി ഡൊമിനോർ 400 നിർത്തലാക്കും നമ്മുടെ NS 400 സെയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏതൊരു കമ്പനി ആയാലും, ബജാജ് എന്ന് മാത്രമല്ല ഏതൊരു കമ്പനി ആയാലും, അവരിറക്കുന്ന വണ്ടികളൊക്കെ പക്ക വണ്ടികളായിരിക്കാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും ആ സെഗ്മെൻറ്റിലുള്ള മറ്റ് വണ്ടികളെ ഡിസ്കണ്ടിന്യൂ ചെയ്യും കേട്ടോ. അതായത് ഒരു സെഗ്മെൻറ്റിൽ 2 രാജാവ് വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാട്ടിൽ 2 രാജാവ് വേണ്ടെന്നുള്ള ഇതിൽ ഇപ്പം NS 400 വന്നുകൊണ്ട് ഡൊമിനോർ 400 അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യും. അതാണ് ആക്ച്വലി എനിക്ക് പറയാനുള്ളത്. ഇപ്പം N250ക്ക് വേണ്ടിയിട്ടാണ് ഡൊമിനോർ 250 നിർത്തലാക്കിയത്. പക്ഷേ ഇത് സെയിൽ പിടിക്കുന്നില്ല എന്നുള്ളൊരു ഓപ്ഷൻ എത്തുമ്പം ഉറപ്പായിട്ടും അവർ നമ്മുടെ വണ്ടികളൊക്കെ തിരിച്ച് റീലോഞ്ച് ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാര്യം പൾസർ 220 നിർത്തലാക്കിയിട്ട് ഉടനെ തന്നെ, അതായത് ഒരു 2-3 മാസത്തിനകം അവർ ഉടനെ തന്നെ നമ്മുടെ പുതിയ പൾസർ 220 ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഞാൻ നിർത്തലാക്കുമെന്ന് പറയാൻ കാര്യം ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, അതായത് ബൈക്കിൻ്റെ കണ്ടൻറ്റ് ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞൊരു കാര്യമാണ് നിർത്തലാക്കുമെന്ന്. പിന്നെ നമ്മുടെ ഷോറൂമിലും ആ ഒരു സംസാരമുണ്ട്. ബജാജിൻ്റെ ഷോറൂമിലും ഒത്തിരി പേർ പറയാനുണ്ട് വണ്ടി ഡിസംബർ ആകുമ്പോഴത്തേക്കും വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്യും, നമ്മുടെ 250 ഇപ്പോൾ സ്റ്റോക്ക് വരുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഗൈസ്, വണ്ടി എന്തായാലും ഡിസ്കണ്ടിന്യൂ ആവണതിന് മുന്നേ നമുക്ക് ഇവനൊന്ന് പറപ്പിച്ചല്ല. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അത് മാരകമാണ് കേട്ടോ. മാരകമാണെന്ന് വെച്ചാൽ ഭയങ്കര മാരകമാണ് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട്. നമുക്ക് എന്തായാലും ഓവർ സ്പീഡ് കയറാൻ പറ്റില്ല. ഇവിടെയൊക്കെ ഓവർ സ്പീഡ് ക്യാമറ ഉള്ളതാണ് കേട്ടോ. ക്യാമറ അല്ല, ഓവർ സ്പീഡ് ക്യാമറ ഉണ്ട്, അതുകൊണ്ട് ഓവർ സ്പീഡ് നമ്മൾ കയറണില്ല. അപ്പം ഞാൻ പറഞ്ഞത് എന്തായാലും ഡൊമിനോർ 400 ഡിസംബർ ആകുമ്പോഴത്തേക്കും വണ്ടി ഡിസ്കണ്ടിന്യൂ ആവും. അതിന് മുന്നേ നമ്മുടെ ഫാൻസോ ഡൊമിനോർ ഫാൻസോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി പെട്ടെന്ന് തന്നെ എടുത്തോ. EMI ഇട്ടിട്ടാണെങ്കിലും എടുത്തോ. പക്ഷേ EMI ഇടുമ്പം എപ്പോഴും ശ്രദ്ധിക്കണം. EMI എടുക്കുന്നവരൊക്കെ നല്ലതായിട്ട് ആലോചിച്ചിട്ടൊക്കെ എടുക്കുക. മാക്സിമം EMI അല്ലാണ്ട് എടുക്കുക, അതായത് ഷോറൂമിൽ നല്ലാതെ നിങ്ങളുടെ പരിചയത്തിൽ EMI ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ കയ്യിൽ നിട്ടെടുക്കുക. ഞാൻ അങ്ങനെയാണ് എടുത്തത് കേട്ടോ. ഞാൻ HDFCയുടെ EMI എടുത്തത് അങ്ങനെയാണ് എടുത്തത്. നമ്മുടെ വഴി, അതായത് നമ്മളൊരാൾ വഴിയാണ് ഞാൻ HDFCയുടെ EMI ഷോറൂമിൽ നിട്ടെടുത്തത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പം നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളുടെ നിന്ന് എടുക്കുമ്പം പുള്ളി അത്രയും ഇത് ചെയ്ത് തരും കേട്ടോ. സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഡൊമിനോർ 400ൻ്റെ കാര്യങ്ങളൊക്കെ. നിങ്ങൾ എന്തായാലും ഇത് നിർത്താൻ പോകണതുകൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. കാര്യം എന്തായാലും ഇതിറങ്ങും എന്നുള്ളത് ഉറപ്പാണ്. ആസ് എ ഫാൻ ബോയ് ഇതിറങ്ങും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. കാര്യം
എന്തായാലും ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊരിക്കലും NS400 പോകില്ല കേട്ടോ. കാരണം അതൊരു സെഗ്മെൻറ്റ് വേറെയാണ്, അത് കംപ്ലീറ്റ്ലി സെഗ്മെൻറ്റ് വേറെയാണ്, ഇത് കംപ്ലീറ്റ്ലി സെഗ്മെൻറ്റ് വേറെയാണ്. രണ്ടും തമ്മിലുള്ള അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് രണ്ടും തമ്മിൽ രാപ്പകൽ വ്യത്യാസമെന്ന് പറയില്ല, അതുപോലത്തെ വ്യത്യാസമുണ്ട്. കാര്യം ഇതൊരു സ്പോർട്സ് സെഗ്മെൻറ്റ് പ്ലസ് ടൂറാണ്, അത് ഒരു പക്ക സ്പോർട്സ് സെഗ്മെൻറ്റ് മാത്രമാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത്ര വ്യത്യാസമുണ്ട്. സോ ഗൈസ്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഡൊമിനോർ 400 പറ്റിയുള്ള വിശേഷങ്ങൾ. വണ്ടിയുടെ ബ്രേക്കിങ്ങിനായാലും ഒക്കെ പക്ക കംഫർട്ടാണ്. ഗിയർ ഷിഫ്റ്റിംഗ് ആയാലും ബ്രേക്കിംഗ് ആയാലും എന്തിൻ്റെ കാര്യത്തിലായാലും വണ്ടി പക്കയാണ് കേട്ടോ. പിന്നെ ഇതിനൊരു കംപ്ലീറ്റ് റിവ്യൂ വേണമെന്നുള്ളൊരു, ഞാൻ നേരത്തെ എന്തായാലും ഐ ബട്ടൺ ഇട്ട കാര്യം ഒന്നുകൂടെ ഇവിടെ ഇടാം. ഡൊമിനോർ 400 ഒരു കംപ്ലീറ്റ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക കേട്ടോ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. നമുക്ക് എന്തായാലും അടുത്ത വേറൊരു വീഡിയോ ഇടണം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. അപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അവിടെ വണ്ടിക്കാര്യം മാത്രം ഡൊമിനോർ 250, 400, കാറ്, ബൈക്ക് തുടങ്ങി എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. പയ്യന്മാരെല്ലാം ഫുൾ ടൈം ആക്റ്റീവാണ്. സോ അടുത്ത വീഡിയോ ഇടണം. അതുവരേക്കും ബൈ ബൈ.